Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടാവില്ല, അതാണ് ലേറ്റ് ആയത് കേട്ടോ. No problem. ഓക്കെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാറില്ലേ? പ്രയർ ചെയ്തായിരുന്നോ നിങ്ങള്? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ പ്രയർ. ഓക്കെ മിസ്, ഞാനാണ് മിസ്. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകെന്നെ, നന്മതൻ പൂമണം പാരിൽ പരത്തുന്ന പൂമരമാ എന്നെ മാറ്റിയിടണേ. അന്യാവിചന്നവർ കന്നാമികാത്തവർ കില്ല സ്വർഗമേ നോതി ക്രിസ്തു. അന്യാവിചന്നവർ കന്നാമികാത്തവർ കില്ല സ്വർഗമേ നോതി ക്രിസ്തു. അധർമ്മം ജയിക്കരുതെന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവൻ നമുക്കു നൽകി. അധർമ്മം ജയിക്കരുതെന്നൊരു കൽപ്പന ശ്രീകൃഷ്ണദേവൻ നമുക്കു നൽകി. എല്ലാ മതങ്ങളും ദേവാലയങ്ങളും കാക്കണമെന്നു പറഞ്ഞു നബി. എല്ലാ മതങ്ങളും ദേവാലയങ്ങളും കാക്കണമെന്നു പറഞ്ഞു നബി. നല്ലൊരിസ്ലാമായി മാറ്റിടുകെന്നെ നീ, നല്ലൊരു ക്രിസ്ത്യനായി ഹിന്ദുവായി. നല്ലൊരിസ്ലാമായി മാറ്റിടുകെന്നെ നീ, നല്ലൊരു ക്രിസ്ത്യനായി ഹിന്ദുവായി. ഈശ്വര നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകെന്നെ, നന്മതൻ പൂമരം പാരിൽ പരത്തുന്ന പൂമരമാ എന്നെ മാറ്റിയിടണേ. താങ്ക് യു മിസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. താങ്ക് യു മിസ്. സ്കൂളിലെ +2 പ്രാർത്ഥന. എന്താണ്? സ്കൂളിലെ പ്രാർത്ഥനയാണ് മിസ്. സ്കൂളിലെ പ്രാർത്ഥനയാണ് അല്ലേ? +2 പാടിയതായിരുന്നു. താങ്ക് യു മിസ്. Then signing. Good afternoon, ma'am. ഒരു ഡാൻസ് ആണ്. ഒന്ന് പിൻ ചെയ്യട്ടെ. ഓക്കെ. കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാരായണരെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുന നദിയായി കുളിരയിലകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൈവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്ന്. അടിപൊളി. സൂപ്പർ മിസ്. മറ്റേത് ഓഡിയോ ക്ലിയർ ആവാറില്ല നമ്മൾ പാട്ട് വെക്കുമ്പോ. ഇത് നല്ല പക്ക ക്ലിയർ ആയിട്ട് കേട്ടു. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. ആ പാട്ടും ഡാൻസും ഒക്കെ കൊള്ളായിരുന്നു. താങ്ക് യു മാം. നിങ്ങൾ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യോ? അതായത് ആളുകളെ
പറയോ? ഞങ്ങള് മുൻകൂട്ടി പറയും മുൻകൂട്ടി ആരൊക്കെയാണ് പറയൂ. ചെയ്യുന്നത്. അതിനായിട്ട് ഗ്രൂപ്പ് ഉണ്ട് മാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഓക്കെ ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, എല്ലാവരും ഇനി നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ മിസ്. ഓക്കെ മാം. then thought of the day. Good afternoon, all. I am Prabulla. Today's thought. One best book is equal to 100 good friends, but one good friend is equal to a library. APJ Abdul Kalam. Thank you, ma'am. ഓക്കെ, ഇനി എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടെങ്കിലും പ്രസന്റ് ചെയ്യാം കേട്ടോ. മാം ഒരു സ്റ്റോറി ഉണ്ട്. എന്റെ മോള് എഴുതിയ ഒരു സ്റ്റോറിയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, തെറ്റി ശരിയൊന്നുമില്ല. Once upon a time, a woman was laying in the labor room. She was mixed with her thoughts, and finally she decided she just want a healthy baby. And she gave birth to a girl and named Mariam. And when Mariam turned 5, her mother was diagnosed with cancer, so she could not take care of her. Then onwards, father was in charge of to take care of her. The father, understanding the difficulties to take care of a 6-year-old kid, it's not easy, started to be addicted to drugs. When Mariam turns 19, she moved to her grandparents. Then she finished her studies with the help of grandparents. After her studies, they were looking for a better job and select a hospital. The hospital's name was Apollo, and then they started looking for the marriage. And like that, she got married. After Mariam's wedding, her father came and said, "My daughter should live with me. She can't marry anyone." But Mariam's husband pulled her hand and said, "She is my wife. No one can steal her away from me." And after that, she understands that her life is being started a new chapter. She gets a kid. She started telling her good habits, and once she told her, "Honey, I will leave you one day. You will be all alone. But you should never forget Allah is with you. You should always pray and always study. Then keep both studies and God with you." The moral of the story is education is the main point that you need in your life. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ മിസ് സ്റ്റോറി? യെസ്. മിസ് ഞാൻ കഴിഞ്ഞ ദിവസം ആക്ടിവിറ്റി കാണിച്ചില്ലായിരുന്നു, ഇപ്പൊ കാണിച്ചോട്ടെ. ദീപ. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. ഞാൻ പ്രസന്റ് ചെയ്തോളൂ കേട്ടോ ദീപ. ഓക്കെ, ഫുള്ളായിട്ട് കാണിക്കാവോ ഒന്ന് ആക്ടിവിറ്റി? ബാക്ക് ക്യാമറ ഓണാക്കൂ, ബാക്ക് ക്യാമറ. കാണാൻ പറ്റുന്നില്ല. ദീപയാണ് കാണുന്നത്. എടാ സ്പീക്കറിന്റെ തൊട്ടടുത്ത് 2 ആരോ മാർക്ക് കിടക്കുന്നുണ്ടോ? അവിടെ ടച്ച് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ഓക്കെ, ഇത് എന്ത് വെച്ചിട്ടാ ചെയ്തത് ദീപ? ദീപ കേട്ടോ പറഞ്ഞത്? മ്യൂട്ടാണ് അപ്പോ ദീപേച്ചി. ഇത് നമ്പർ സ്റ്റോൺ വെച്ചിട്ടാ ചെയ്തേ. സ്റ്റോൺ വെച്ചിട്ട് അല്ലേ? ആ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ? യെസ് മിസ്. തിളങ്ങുന്നുണ്ട്. ഇതാണെങ്കിൽ ഞാൻ വരച്ചു, പിക്ചർ എല്ലാം വരച്ചു. വരച്ചു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. നല്ല ഭംഗിയുണ്ട്. വരയ്ക്കാൻ അറിയാലോ നന്നായിട്ട്. എലിഫന്റ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, ഫിഷ്, ട്രീ, അംബ്രല, ആപ്പിൾ, ക്യാരറ്റ് ആണോ അത്? ക്യാരറ്റ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ സൈഡില് എന്താണത്? ലൈസ് അങ്ങനെ എന്തോ തുണിയുടെ എന്തോ സംഭവമാണോ സൈഡില് കൊടുത്തിരിക്കുന്നത്? നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ ദീപ. താങ്ക് യു മാം. അതുല്യ, ഒരു സെക്കൻഡ്. ഓക്കെ, പിക്ചർ വീൽ അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. നമ്പർ വീൽ. അതെന്താണ് ആ ഡോട്ട് എന്താ വെച്ചിട്ടാ ചെയ്തേ? എന്താ? പേപ്പറാണോ? കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആവുന്നില്ല. അതില്ല. പേപ്പർ എന്നല്ലേ പറഞ്ഞേ? ഗിൽറ്റർ പേപ്പർ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആരാണ് കാണിക്കാനുള്ളത്, പ്രസന്റ് ചെയ്യാനുള്ളത്? രശ്മി. രശ്മി ബൈജു. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. ബ്ലർ ആയിരിക്കുന്ന പോലെ അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ അങ്ങനെ? ക്ലിയർ ആണോ? ചിലപ്പോ ചില ഫോണിന്റെ ക്യാമറ ഒന്ന് തുടച്ചാ ക്ലീൻ ആവും കേട്ടോ മിസ്. ക്യാമറ ഒന്ന് തുടച്ചാ ചിലപ്പോ ഒന്നുകൂടെ ക്ലിയർ ആവും. ഫോണിൽ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. എന്തൊന്നും ക്ലിയർ ആവുന്നില്ല. കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമാവുന്നില്ല. ഇത് പിക്ചർ ഒരു ബ്ലറിന പോലെ. ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അതെന്ത് വെച്ചിട്ടാ മോളെ ചെയ്തത്? ബട്ടൺസ്, പല കളേഴ്സിലുള്ള ബട്ടൺസ് ആണോ? പല കളറിലുള്ള ബട്ടൺസ്. പല കളറിലുള്ള. ഓക്കെ ഓക്കെ, വെരി. വീട്ടിൽ കുറെ ഉണ്ടായിരുന്നു, പിന്നെ പോരാത്തത് വാങ്ങിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇത് കണ്ടായിരുന്നോ? അത് ക്ലിയർ ആകുന്നില്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? പിക്ചർ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ടൊമാറ്റോ. ഓക്കെ, സ്ട്രോബെറി. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ.
മിസ് ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ. ആ മിസ് നമ്പർ വീല്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇത് ഗിൽറ്റ് വെച്ചിട്ടുള്ള നമ്പർ അതല്ലേ? അതെ മിസ്, ഗ്ലിറ്റർ പേപ്പറിൽ. ആ പിന്നെ പിക്ചേഴ്സ് ആണ് ഒട്ടിച്ച ടെക്സ്റ്റ്. പിക്ചർ വീലത് ചെറിയ പിക്ചേഴ്സ് ആയിപ്പോ ഇത്തിരി വലുത് ഞാൻ ഒട്ടിച്ചോളാം കിട്ടുമ്പോഴേ എടുത്ത് വാങ്ങിച്ചിട്ടേ. ചെറിയ പിക്ചേഴ്സ് ഒട്ടിച്ചിരിക്കുന്നു. ബോർഡ് ഇച്ചിരി വലുതായി പോയി, കേക്കിന്റെ ബോർഡ് സെന്ററിൽ. ഓക്കെ നന്നായി. ഓക്കെ മിസ്, താങ്ക് യു. മിസ്സേ ഞാൻ കാണിച്ചോട്ടെ. ജയശ്രീ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ കാണാമോ? ജയശ്രീ ഇപ്പൊ കാണിച്ചായിരുന്നോ? ജയശ്രീ ചെയ്തിട്ടുണ്ട് ഞാൻ. ജയശ്രീ ചേച്ചി മ്യൂട്ടാ. കേൾക്കുന്നില്ല. കാണിച്ചതാണ് മിസ്. അപ്പൊ അന്ന് ഫസ്റ്റ് ആണ് കാണിച്ചത്. അപ്പൊ മിസ് ഇത് പിൻ ചെയ്തോന്ന് അറിയില്ല. പിൻ ചെയ്താണോ? ഓക്കെ ഓക്കെ എന്നാ ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ആരാണ്? ഞാൻ കാണിച്ചോട്ടെ. രജിഷ. പ്രസന്റ് ചെയ്തോളൂ രജിഷ. ഓക്കെ ഓക്കെ. പിക്ചർ വീലാണല്ലേ? നന്നായിട്ടുണ്ട്. നമ്പർ വീൽ അല്ലേ? നമ്പർ വീൽ ഒന്ന് കാണിക്കുക. നമ്പർ വീല്. ആ പിക്ചർ വീല്. ഓക്കെ മനസ്സിലായി. നമ്പർ വീലോ? നമ്പർ വീൽ ഒന്ന് പ്രസന്റ് ചെയ്തേ. ആ ഓക്കെ. എല്ലാരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചോട്ടെ. മിസ് ഒരാൾ ഞാനും ഞാൻ കാണിച്ചോട്ടെ. ഞാൻ കാണിച്ചോട്ടെ. നമ്പർ വീല്. ഞാൻ അനുസുമോൾ. അനുസുമോൾ. ഓക്കെ. ഓക്കെ. മിസ് കാണുന്നില്ലേ? കാണുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വെയിലിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ടുണ്ട്. നമ്പർ വീല് കാണിക്കട്ടെ. ഓക്കെ വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മിസ്സിന് ഞാനോടുണ്ടേ. ചിന്നു. സൗമ്യ. സൗമ്യ. ഓക്കെ. വാവ് അടിപൊളി. പിക്ചർ വീല്. സൈഡിൽ വരച്ചേക്കുന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പേസ്റ്റ് ചെയ്തതാണോ? റെഡ് കളർ. അത് ഗ്ലിറ്റർ പേപ്പർ റൗണ്ടിന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അല്ലേ? നന്നായിട്ടുണ്ട്. ഇനി ഇത് നമ്പർ വീല് കാണാം.
കാണാൻ പറ്റുന്നുണ്ട്. ആ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. ടീച്ചറെ ഞാനിവിടെ ഉണ്ട്. കാണിച്ചോട്ടെ. നിൻസി. നമ്പർ വേല്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. പിസ്താഷ്യല്ലേ? നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഭംഗിയുണ്ട്. ആരുടെയും മികച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല, അത്രയും ഭംഗിയുണ്ട്. പിസ്തയുടെ ശല്യം കൊണ്ട് പിസ്തയുടെ അല്ലേ? പിക്ചർ വേല്. പിക്ചർ നന്നായിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ട്. ഓക്കെ മിസ് ഞാൻ കാണിച്ചോട്ടെ. സെമില. കാണുന്നുണ്ടോ മിസ്സേ? കാണുന്നുണ്ട്. പിക്ചർ വീല്. നമ്പർ വീല്. അല്ലേ? കളറ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് ഇല്ലേ, അതായിരിക്കണം നമ്മൾ മിഡിലിൽ ചെയ്യേണ്ടത് കേട്ടോ. ശരി ശരി. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? മിസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു. ഓക്കെ മതി. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു അല്ലെ? എവിടം വരെ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഫസ്റ്റ് എയ്ഡ് സൂക്ഷിക്കണം. ഫസ്റ്റ് എയ്ഡിന്റെ നടപടികള് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് അപകട സാധ്യതയുള്ള, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകള്, അതുപോലെ തന്നെ നമ്മള് ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആകുമ്പോൾ പടക്കങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമല്ലോ. നമുക്കറിയാലോ അത്. ദീപാവലി, വിഷു അങ്ങനെയുള്ള ഒക്കേഷൻസിലൊക്കെ നമ്മള് കൂടുതലായിട്ടും ഈ പടക്കം, കമ്പിത്തിരി, മത്താപ്പൂ അങ്ങനെയുള്ള ചില സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രസൻസിലായിരിക്കണം കുട്ടികൾ അത് കൈകാര്യം ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. ഒരിക്കലും അവർക്ക് ഒറ്റയ്ക്ക് നമ്മളത് കൊടുത്തിട്ട് പോകാനായിട്ട് പാടില്ല. നമുക്കറിയാം പടക്കം പോലുള്ള, ഗുണ്ട് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല. കാരണം അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്. വലിയ ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കമ്പിത്തിരി പോലുള്ള ചെറിയ അതായത് അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള പടക്കങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും ചിലപ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് കണ്ണിൽ തെറിക്കാനോ അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെയെങ്കിലും അത് തെറിക്കാനുള്ള, അതിന്റെ തീ തെറിക്കാനുള്ള, ഫയർ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ, നമ്മുടെ പ്രസൻസിലായിരിക്കണം അത് കൊടുക്കേണ്ടത് കേട്ടോ. അത് കൊടുത്തിട്ട് നമ്മൾ വേറെ എവിടേക്കും നീങ്ങാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡേഞ്ചറസ് ഗെയിമുകൾ, നമുക്കറിയാം കുട്ടികൾ ഇപ്പൊ കൂടുതലും മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആണ് അല്ലെ? അപ്പോ നമ്മൾ അറിയാതെ തന്നെ, അതായത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ വീടിന് പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും. അപ്പൊ ഇവർ ഈ സമയത്തൊക്കെ മൊബൈൽ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുവാണ്.
അപ്പൊ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല അവർ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് എടുക്കുന്നത്, അവർക്ക് ഏതൊക്കെ ഗെയിമുകളാണ് എടുക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മള് അത് ശ്രദ്ധിക്കുകയില്ല. അപ്പോ പിന്നെ അതുപോലെ തന്നെ പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ദോഷങ്ങളാണ് ഉണ്ടാക്കുക. നമുക്കറിയാം, നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. കുറെ, അതായത് ഒരു ആൺകുട്ടികൾ തന്നെ കുറച്ചു പേര് എന്ത് ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, ചിലവര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ, അതായത് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലൂ വെയിൽ പോലുള്ള, പബ്ജി പോലുള്ള അങ്ങനെയുള്ള കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിംസുകൾ കളിക്കുമ്പോൾ അത് കുട്ടികളുടെ പ്രൈവസിയെയും അവരുടെ ലൈഫിനെയും മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ഒരിക്കല് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പാണ് ബ്ലൂ വെയിൽ കളിച്ച് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് സംഭവം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ വാർത്ത? ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുട്ടി അങ്ങനെ ചെയ്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പൊ അന്ന് കൊറോണയുടെ ടൈം ആയിരുന്നു. ക്ലാസ് കാണാനാന്നും പറഞ്ഞ് റൂമിൽ കയറി കതകടച്ചിട്ട് ഗെയിം കളിച്ചിട്ട് അവരുടെ പപ്പയുടെ അക്കൗണ്ടിൽ നിന്ന് കുറെ ക്യാഷ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അത് വീട്ടിൽ പറയാൻ പറ്റാതെ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ സൂയിസൈഡ് ചെയ്ത കൊച്ചു. അതാണ്, അതായത് നമുക്കറിയാൻ പറ്റില്ല അവരെന്താണ് കളിക്കുന്നത്. ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങള് ഇങ്ങനെ അപകടത്തിലേക്കാണ് ഓരോ ദിവസവും നടന്നു നീങ്ങുന്നത്. അപ്പൊ മൊബൈൽ ഫോണൊക്കെ കളിക്കാൻ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യത്തിന് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മളൊരു കൂടുതലും ഇപ്പോ അത് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് അവരിൽ നിന്ന് നമുക്കത് പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. കാരണം പെട്ടെന്ന് പിടിച്ചു വാങ്ങുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ കുഞ്ഞിന് സ്വാഭാവികമായിട്ടും വാശി കയറും. അപ്പൊ വേറെ പല കാര്യങ്ങളും കുട്ടി ചെയ്യും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട്. മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തുന്നതിന് വേണ്ടിയിട്ട് പതുക്കെ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. നമുക്കറിയാലോ, ആൽക്കഹോൾ പോലെ അല്ലെങ്കിൽ ഡ്രഗ് പോലെ, ഈവൻ നമ്മുടെ ചായ ഉണ്ടല്ലോ, നമ്മൾ കുടിക്കുന്ന മിൽക്ക് ടീ അതല്ലെങ്കിൽ കട്ടൻ ചായ, ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ അഡിക്ഷനാ. അപ്പോ അത് നമുക്ക് ഒറ്റയടിക്ക് ഒരിക്കലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഡെയിലി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം കുടിച്ചില്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. ഞാൻ അനുഭവിച്ചതാണ് മിസ്. ഞാൻ ഒരു ദിവസം ചായ കുടിച്ചില്ല, വിട്ടുപോയി. പിള്ളേർക്ക് കൊടുത്ത് പിന്നെ ഉണ്ടാക്കാൻ മടിയായിട്ട് ഉണ്ടാക്കിയില്ല. ഭയങ്കര തലവേദനയായിരുന്നു മിസ്. പിന്നെയാണ് ആലോചിച്ചത് എന്താണ് പറ്റിയത് എന്നുള്ളത്. ആലോചിച്ചപ്പോഴാണ് ചായ കുടിച്ചില്ല, വൈകുന്നേര സമയത്തായിരുന്നു. അപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ വന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു, വിട്ടുപോയി. ഇപ്പൊ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല മിസ്. ശീലിച്ചവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ, മൊബൈൽ ഫോൺ ആയാലും എന്ത് കാര്യമാണെങ്കിലും അതൊരു അഡിക്ഷൻ ആണ്. നമുക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. നമ്മളിപ്പോ വിചാരിക്കുക നാളെ തുടങ്ങി എന്റെ കുട്ടിക്ക് മൊബൈൽ കൊടുക്കണ്ട, പക്ഷെ യാതൊരു ഗുണമില്ല അതുകൊണ്ട്. അത് പറ്റില്ല. വേറെ അവർക്ക് വേറെ ചില അക്രമങ്ങളോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് പകരമായിട്ട് നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചായ നമ്മൾ കുടി നിർത്തണം എന്ന് വിചാരിച്ചാല് അത് നമുക്ക് വേണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം അതിനകത്തുള്ളൊരു സാധനം പഞ്ചസാരയാണ്. അത് അഡിക്ഷനാണ്. ചായ അല്ല പ്രശ്നക്കാരൻ, പഞ്ചസാര ഉണ്ടല്ലോ, ഷുഗർ, അതാണ് വില്ലൻ. അതൊരു അഡിക്ഷൻ ആണ്. നമ്മുടെ ബ്രെയിനിലേക്ക് അത് സിഗ്നലുകൾ അയക്കും. ഓക്കെ, അതായത് ഇത് ശീലിച്ചു വന്നിട്ടുള്ള ഒരാള്, ചായ കുടിച്ച് ശീലിച്ചു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെയിലി ആ സമയമാകുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ചില സിഗ്നൽസ് ഒക്കെ ബ്രെയിനിലേക്ക് അയക്കും. ഓക്കെ, അപ്പൊ ആ സംഭവം നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നുന്നതായിട്ട് കാണാം. ശരിയല്ലേ ഞാൻ പറയുന്നേ? അപ്പൊ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ ആ ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഷുഗറിന്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. ഇപ്പൊ 1 സ്പൂണാണ് നമ്മൾ ആ ചായയിൽ പഞ്ചസാര ഇടുന്നതെങ്കിൽ അത് 1/2 സ്പൂൺ ആക്കുക. അത് കുറച്ച് ദിവസം 2-3 ആഴ്ച 1/2 സ്പൂൺ ആക്കുക. അതിനുശേഷം അത് 1/4 സ്പൂൺ ആക്കുക. അതിനുശേഷം അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഈ ചായ ശീലം എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര്.
അപ്പൊ അവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പിന്നെ പകരം ഓപ്ഷണലായിട്ട് നമുക്ക് ഗ്രീൻ ടീ വേണമെങ്കിൽ കുടിക്കാം. പക്ഷെ ഗ്രീൻ ടീ ചായ വേണ്ട, ഇപ്പൊ ഗ്രീൻ ടീ വേണ്ട, ചായ വേണ്ട, അങ്ങനെയായി. ഇപ്പൊ ചായ വേണ്ട എന്നുള്ള ഒരു രീതിയിലായി. ഫസ്റ്റ് ചായ വേണമായിരുന്നു, ഇപ്പൊ ചായ വേണ്ട, എനിക്ക് ഒഴിവാക്കി ഫുള്ളായിട്ട്. ഗ്രീൻ ടീ നല്ലതാണ് മിസ്, പക്ഷെ അത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റ പ്രാവശ്യത്തിന് അല്ല, അതിൽ കുറച്ച് ലെമണും പിന്നെ കുറച്ച് ഹണിയില്ലേ, ഹണി ആഡ് ചെയ്തിട്ട് കുടിച്ച് നല്ല രസമുണ്ട്. കുറച്ച് കുറച്ച് വന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതില് മധുരത്തിന് പകരം ഹണിയാണ് മിസ് ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് സുഖം അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുള്ളൂ ഡോക്ടർ, ഗ്രീൻ ടീ. അതില് ഹണിയാണെങ്കിൽ അതിന് അത്ര ഇത് പറയൂല, ഷുഗർ അത്ര പ്രശ്നമല്ല. ഓക്കെ. അപ്പൊ അതുപോലെ അതായത് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് നമ്മളത് ഇപ്പോ ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് അവരൊക്കെ വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ശീലിപ്പിച്ചാല് അവരതുമായിട്ട് അഡാപ്റ്റ് ആവും. പക്ഷെ ശീലിച്ചു വന്നവരാണെങ്കിലാണ് പ്രയാസം മാറ്റാനായിട്ട്. അപ്പൊ പതുക്കെ അതായത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ശീലം, അതായത് ആ ടൈം കുറച്ച് കൊണ്ടുവരിക, കൊടുക്കുന്ന ടൈം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ ആ കുട്ടികള് അധികം അതിനോട് അഡിക്റ്റ് ആവില്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് പടക്കം പോലുള്ള കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പോലുള്ള ഗെയിമുകള്, അതൊക്കെ എന്ത് ചെയ്യുക, കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സ്കൂളിലോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കുട്ടികൾ വരുന്ന വാഹനത്തിൽ നിന്ന് അവരെ ഇറങ്ങാനും അവരെ കയറ്റാനുമായിട്ട് ശ്രദ്ധിക്കുക. നമ്മള് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു, കുട്ടി വരുമ്പോൾ നമ്മൾ അവിടെ കാത്തു നിൽക്കുന്നു, അല്ലെ? അപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാൻ പറ്റില്ല എപ്പോഴാണ് എവിടെ നിന്നാണ് അപകടം വരികയെന്ന്, അല്ലെ? അതായത് സ്കൂൾ വണ്ടിയിൽ കയറ്റുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞ് കാല് തന്നെ താഴെ വീഴുന്നത്. മുമ്പ് ഒരുപാട് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതായത് കുഞ്ഞ് സ്റ്റെപ്പിൽ കയറി, അതായത് വണ്ടിയുടെ സ്റ്റെപ്പിൽ കയറി അവിടെ നിന്ന് തെന്നി താഴെ വീണു, ടയറിന്റെ അടിയിൽ പോയി, കുഞ്ഞ് മരിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്കൂൾ വണ്ടി, അതായത് സ്കൂൾ വാഹനങ്ങളുടെ സ്പീഡ്, അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന്റെ സുരക്ഷ, അതായത് ആ ഓടിക്കുന്ന ആള് ലൈസൻസ് ഉള്ള ആളാണോ, എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മൾ മൊബൈലില് സംസാരിച്ചിട്ടാണ് വണ്ടി ഓടിക്കണേ. ഞങ്ങളെ അടുത്ത റോഡില് രണ്ട് വണ്ടി സ്കൂൾ ബസ് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല സ്പീഡാണ്, പക്ഷെ അവര് മൊബൈലില് ഒരു കൈ കൊണ്ടാണ് ഓടിക്കുക. ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ സ്കൂൾ വണ്ടി ബാക്ക് എടുത്തു. കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു മാം, ചെറിയ പിള്ളേര് കളിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ വണ്ടി ബാക്ക് എടുത്ത് ഒരു കുട്ടിയുടെ തലയിൽ കൂടെയാണ് കയറിപ്പോയത്, ചെറിയ കുട്ടിയുടെ, ശ്രദ്ധിക്കാതെ. ആ കുട്ടിയുടെ ചേച്ചി അത് കണ്ടു, പക്ഷെ അവൾക്ക് അതൊരു ഷോക്കായി അത്. പിന്നെ അതുപോലെ തന്നെ ഈ എന്താണ് ഞെരിച്ചു കൊണ്ടുപോകാന്ന് പറയില്ല, ഭയങ്കരമായിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് ഓവർലോഡ് ആയിട്ട് കൊണ്ടുപോകുന്ന വാഹനങ്ങളും ഉണ്ട്. ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളൊക്കെ, അതായത് കഴിയാവുന്നത്ര മാക്സിമം പിള്ളേരെ അവര് നിറയ്ക്കാനാണ് ശ്രമിക്കുക. ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെയുണ്ട്. 16 പേര് കയറുന്ന വണ്ടിയിൽ 32 പേരെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി കൊണ്ടുപോകണവര്. ഭയങ്കര ഇതാണ്. LPGS സ്കൂളില് ഞാനവിടെ ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സായിട്ട്. അപ്പൊ എനിക്കറിയായിരുന്നു, എന്റെ മോനെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു, മൂത്താളെ. പിന്നെ ഇവിടെ മൂത്താൾ പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് ആക്കി. CBSE ഒരാൾ അവിടെ ഇവിടെ ആകുമ്പോ പാടാണ്, അങ്ങനെ ആക്കി. പക്ഷെ അവിടെ ഇങ്ങനെയാണ്, അവര് അത്ര പേര് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് പുതിയ വണ്ടി അനുവദിച്ചു സ്കൂളിലേക്ക്, അങ്ങനെയൊക്കെ ഇപ്പൊ ഓക്കെയാണ്. അന്ന് ഇതേപോലെ ഒരു വണ്ടിയില് ഇത്രയും പിള്ളേരെ കയറ്റിയാണ് കൊണ്ടുവരുന്നത്. സ്കൂൾ ബസ് മാത്രല്ല കേട്ടോ മാം, ലൈൻ ബസ്സിൽ പോണ കുട്ടികളും ഉണ്ട്. അവർക്കും അത് സെയിം സിറ്റുവേഷൻ തന്നെയാണ്. സ്റ്റെപ്പുമ്പോ കാലെടുത്ത് വെക്കുമ്പോഴേക്കും ബസ് എടുക്കുക, അങ്ങനത്തെ ഓരോ. മോള് വരുന്ന വണ്ടിയില് ഇതില്ല മിസ്, കിളിയില്ല, ഇറക്കി കൊണ്ടുവരാനായിട്ടേ ആരുമില്ല.
അപ്പൊ ഞാൻ അവിടെ പോയി നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. മോളെ ഞാനാണ് ഇറക്കണത്. ഈ പറഞ്ഞ സിറ്റുവേഷൻ കറക്റ്റ് ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ കയറ്റുമ്പോഴും തിരികെ ഇറക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഒരാളവിടെ ഹെൽപ്പർ ആയിട്ടുണ്ടാവും അല്ലെ? ഉണ്ടാവാറുണ്ട് മിസ്, പോകുമ്പോ ഉണ്ടാവും, തിരിച്ചു വരുമ്പോ ആരുമില്ല. അവര് വൈഫും ഹസ്ബൻഡും തന്നെയാണ് അവര് നിക്കണത്. അവരുടെ കുട്ടികളും അതിലുണ്ട്, പക്ഷെ തിരിച്ചു വരുമ്പോ ആരുമില്ല. പിന്നെ അത്യാവശ്യം വലിയ വലിയ കുട്ടികൾ അതിലുണ്ട്, പെൺകുട്ടികള് ആൺകുട്ടികളൊക്കെ അത്യാവശ്യം ഏജുള്ളവരുണ്ട്. അവരാണെന്ന് തോന്നുന്നു മാനേജ് ചെയ്യണേ, ഇറക്കണത് കുട്ടികളെ. എന്നാലും നമ്മൾ തന്നെയാണ് കേറി എടുക്കണതേ, ഇറക്കണത്. ഓക്കെ, അപ്പൊ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങള് ചിലതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് റിയൽ ആയിട്ടുള്ള ഇൻസിഡന്റുകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചിലപ്പോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫില് നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽപ്പെട്ട ആളുകൾക്കോ ഒക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി അമ്മ കുളിപ്പിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. വീടിന്റെ അകത്തല്ല, വീടിന്റെ പുറത്ത് അവർക്കൊരു ടാപ്പ് ഉണ്ട്. ആ ടാപ്പിന്റെ ഇടയിൽ ബക്കറ്റ് വെച്ചു. ബക്കറ്റ് വെച്ചിട്ട് ആ കുട്ടിയെ അതിനകത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്തു? പൈപ്പ് ഓൺ ചെയ്തു. പൈപ്പ് ഓൺ ചെയ്തിട്ട് സോപ്പ് എടുക്കാനായിട്ട് വീടിന്റെ അകത്തോട്ട് പോയി. തിരിച്ചു വന്നപ്പോ കാണുന്നത് കുഞ്ഞ് അവിടെ ശ്വാസമില്ലാതെ കിടക്കുവാണ്. ഓക്കെ, അപ്പൊ അമ്മയുടെ അശ്രദ്ധയാണ് അല്ലെ? അതായത് ഏതെങ്കിലും, നമുക്കറിയാം 2-2.5 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കാനോ അല്ലെങ്കിൽ ഏതാണെന്നുള്ള ഒരു ഇതും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ ഇത്തരത്തില് അമ്മ അത്രയധികം അശ്രദ്ധയോട് കൂടിയിട്ടാണ് അവര് കൈകാര്യം ചെയ്തത്. കാരണം അവർക്കറിയാം പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് സോപ്പ് എടുക്കാൻ പോവാണ്, അപ്പോ ടാപ്പ് ഓഫ് ചെയ്യണമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ചിലപ്പോ അവരെന്തെങ്കിലും മറവി കൊണ്ട്, ചിലപ്പോ ഇത്രയധികം ഒരു ദുരന്തം വന്നു ചിലപ്പോ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ആ കുട്ടി മരണപ്പെടുവാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മുടെ ഇടയിൽ നടക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ, കുഞ്ഞു കുട്ടികളെ ആണെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഈ കിണറുണ്ടല്ലോ, നമ്മുടെ അവിടെയൊക്കെ കിണറുകളുണ്ട്, ധാരാളം കിണറുള്ള വീടുകളുണ്ട്. അപ്പൊ ചില പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി എന്താ പറയാ, ഈ ഒരു കൽക്കരി പ്രദേശം, നമ്മുടെ കൽപ്പൊടി പ്രദേശം, അതുപോലെ തന്നെ ഭയങ്കര പൊക്കത്തിലുള്ള പ്രദേശം, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ കിണർന്ന് പറയുന്നത് നമ്മള് നടക്കുന്ന ആ ഒരു തറനിരപ്പുണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടായിരിക്കും കിണറിന്റെ വായ്ഭാഗം വരുന്നത്. അതായത് ആ ആഴമുണ്ടാവുക, അതായത് ആഴമുണ്ട്, പക്ഷെ ആ ഒരു മൗത്ത് ഉണ്ടല്ലോ, അതിന്റെ വായ്ഭാഗത്തിന് ചിലപ്പോ ഇതുണ്ടാവില്ല, പൊക്കം ഉണ്ടായിന്ന് വരില്ല, ഹൈറ്റ് ഉണ്ടാവണം എന്നില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നടക്കുന്നത്, ആ നടക്കുന്നതിനോട് ചേർന്നിട്ടായിരിക്കും ആ കിണറിന്റെ വായു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ കുഞ്ഞുങ്ങള് കളിച്ചു നടക്കുന്ന, അതായത് മണ്ണിലൊക്കെ, അത് മുറ്റത്തൊക്കെ കളിച്ചു നടക്കുന്ന സമയത്താണെങ്കിൽ ഈ പ്രോപ്പറായിട്ട് ഇത്തരത്തിലുള്ള കിണറൊക്കെ പ്രോപ്പറായിട്ട് മൂടിയിട്ടില്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞെന്ത് ചെയ്യാം, തട്ടി കിണറ്റിലോട്ട് പോകാം. ഓക്കെ, ഇങ്ങനെയുള്ള കിണറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നലെ കൊട്ടാരക്കര ഒരു കുട്ടി കിണറ്റിൽ വീണ് മരിച്ച്. അത് കളിച്ചോണ്ട് നിന്നെയായിരുന്നു, പക്ഷെ ഗ്രില്ല് ഇട്ടിരുന്നായിരുന്നു. അപ്പൊ അതിന്റെ ബാഗ് അവിടെ വെച്ചിട്ട് അമ്മ അകത്ത് ചെരുപ്പെടുക്കാൻ പോയതാ. അപ്പൊ ബാഗ് കിണറ്റിന്റെ അകത്ത് ഈ നമ്മൾ തൊട്ടിയിടുന്ന ഭാഗം തുറന്നിട്ടിരുന്നായിരുന്നു, അതിനകത്ത് വീണുപോയി. അപ്പൊ ഈ കുഞ്ഞാണെങ്കിൽ എത്തി നോക്കിയപ്പോ അങ്ങ് വീണുപോയി. 2 വയസ്സേ ഉള്ളു, അംഗൻവാടി പോകാൻ ഒരു ഇന്നത്തെ ന്യൂസിനകത്തുണ്ട്, മലയാള മനോരമയ്ക്കകത്തുണ്ട്. സാധാരണ ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്യുക ചെയ്യുന്നേ. ഇത് അങ്ങനെ ചെയ്തിരുന്നോ? ഇത് നമുക്ക് മിസ് ഇവിടെ കിണർ വെള്ളമാണ്, പക്ഷെ നല്ല ആഴമുണ്ട്. അതേപോലെ ഞങ്ങൾ ഈ ഒരു ഏരിയയിലൊന്നും അങ്ങനത്തെ കിണറുകളില്ല. നല്ല ഹൈറ്റ് ഉണ്ട്, അതായത് വായ്ഭാഗത്തിന് ഹൈറ്റ് ഉണ്ടാവും,
പക്ഷെ അല്ലാത്ത കിണറുകളും ഉണ്ട്. നമ്മളിങ്ങനെ നോക്കണം അതിന്റെ താഴത്തോട്ട്. അപ്പൊ അതിന്റെ വായുഭാഗം ഇങ്ങനെ ഉണ്ടാകും. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു മാം കുറെ ഇങ്ങനെ മരമില്ലാത്ത കിണർ പണ്ട് കാലത്തുണ്ടായിരുന്നു. അല്ലെ? അപ്പോ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കിണറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നോർമൽ കിണറാണ് മിസ്, പക്ഷെ നല്ല ആഴമുണ്ട് ഉള്ളിലേക്ക് ആഴമുണ്ട് അല്ലെ? ഉള്ളിലേക്ക് നല്ല ആഴമുണ്ട് മിസ്. നമുക്ക് അകത്ത് കയറാൻ പറ്റൂല. അതായത് ഉള്ളില് ശരിക്കും ഉള്ളില് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ശരിക്കും ശ്വാസം മുട്ടും ഉള്ളിൽ ഇറങ്ങുന്ന ആൾക്ക്. അതുകൊണ്ട് ക്ലീൻ ആക്കാൻ വരാൻ ആൾക്കാർ പേടിക്കും. അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കുട്ടി, ആ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ വീട്ടിലേക്ക് വൈകുന്നേരം സമയമാണ്. അപ്പൊ കുട്ടി ഭക്ഷണം കഴിക്കാനായിട്ട്, വീട്ടില് വേറെ അച്ഛനമ്മ ആരും ഒന്നുമില്ല, അവരൊക്കെ ജോലിക്ക് പോയിരിക്കുവാണ്. അമ്മൂമ്മ മാത്രമാണുള്ളത്, പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്. അപ്പൊ കുട്ടി വന്ന് ഭക്ഷണം ചോദിച്ചു. അമ്മൂമ്മ ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയി. എടുത്ത് വന്ന് തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ കാണാനില്ല. അവര് മൊത്തം നോക്കി. അമ്മൂമ്മയാണ്, നമുക്കറിയാം പ്രായമായിട്ടുള്ളവരാണ്. മൊത്തം വീടിനെ ചുറ്റും അവര് നോക്കി, കാണുന്നില്ല. പിന്നെ ഉടനെ തന്നെ അച്ഛനമ്മയും വിളിച്ചു പറഞ്ഞു. അച്ഛനമ്മയും വന്നു. ചുറ്റുപാട്, അതായത് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി നോക്കി, റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി നോക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞ്. പോലീസിനെ ഇൻഫോം ചെയ്തു. അപ്പൊ ഇവരുടെ വിചാരം ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയി എന്നുള്ളതാണ്. പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസും മൊത്തമേ നോക്കി. ആ നാട് മുഴുവനും അലഞ്ഞു നടക്കാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്. പിറ്റേ ദിവസമാണ് കുഞ്ഞിന്റെ ഡെഡ് ബോഡി തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടില് പൊന്തിക്കിടക്കുന്നത് കണ്ടത്. അതായത് അവിടെ എന്താണ്, അവിടെ പാടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞ് കൗതുകത്തിന് ഇറങ്ങിയതാണ് അങ്ങോട്ട്. അമ്മൂമ്മയോട് ഭക്ഷണം ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വരാന്ന് കരുതി ഇറങ്ങിയതായിരിക്കാം. പക്ഷെ കുഞ്ഞ്, എനിക്ക് തോന്നുന്നു ചെളിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടാകാം. പിറ്റേ ദിവസം അങ്ങനെയാണ് ഡെഡ് ബോഡി കണ്ടപ്പോഴാണ്, അതായത് ആ കുഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല കുഞ്ഞ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ അശ്രദ്ധയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല, കാരണം പ്രായമായിട്ടുള്ള അമ്മയാണ്. അപ്പൊ കുഞ്ഞിനെ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരിൽ നമ്മളെപ്പോഴും ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകും. അതായത് കുഞ്ഞുങ്ങള്, അമ്മമാരെന്ത് ചെയ്യും, അമ്മമാരുടെ പണികളൊക്കെ എളുപ്പത്തിൽ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം കൊടുക്കാറുണ്ട്. ഷാള്, സാരി പോലുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഇല്ല, കൊടുക്കാറില്ല. എന്നാൽ കൊടുക്കുന്ന അമ്മമാരുണ്ട്. എടുത്തോണ്ട് പോയി കളിക്കാറുണ്ട്. അല്ലെ? കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് ഭയങ്കര കൗതുകമാണ്, അതെങ്ങനെ സാരി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഷോൾ എങ്ങനെ സാരി ആയിട്ട് എടുക്കാം. അപ്പൊ അവർക്കത് കൊടുക്കുമ്പോൾ അവർ പല രീതിയില് അവര് എന്താ പറയാ ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് മിസ്. കുട്ടികളുടെ കുഞ്ഞായിരിക്കുമ്പോ കട്ടിലിരുന്ന് കളിക്കുമ്പോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഇതേപോലെ കുട്ടികൾ തന്നെ അപകടമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവര് കഴുത്തിൽ വെച്ച് കുരുക്കുമ്പോഴോ മറ്റൊക്കെയാണ് ഇത് കൂടുതൽ അപകടമാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ അവർക്ക് മനസ്സിലാവും, കുഴപ്പമില്ല. പക്ഷെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നത്. ചിലപ്പോ അവരെ ശ്രദ്ധിച്ചിട്ട് വരില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാകാം. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർ ചെറുതായിരുന്നു, എന്റെ സിസ്റ്റർ ചെറുതായിരുന്നപ്പോ തൂങ്ങി മരിക്കണ കളിച്ചു. എന്റെ സിസ്റ്റർ തൂങ്ങി മരിക്കുക, എന്റെ എൽഡർ സിസ്റ്റർ വന്നിട്ട് അയ്യോ രക്ഷിക്ക പറയാ. കളി കാര്യായി, ശരിക്കും തൂങ്ങി മരിച്ചു, ശരിക്കും ടൈറ്റായി. ഉമ്മ ഒന്ന് നോക്കുമ്പോത്തിനും കളി കാര്യായി, ബ്രീത്ത് കിട്ടാണ്ടായി. വേഗം പോയിട്ട് ചെറുതായിട്ടൊന്നും ഫ്രാക്ചർ പോലെ ആയി, സ്പ്രെയിൻ ആയി. അല്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ ചൂടുവെള്ളം ശ്രദ്ധിക്കണം മാം, ചൂടുവെള്ളം. എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടി 1 വയസ്സായിട്ടില്ല, 10 മാസമായിട്ടുള്ള, ചൂടുവെള്ളം കുളിപ്പിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒരു ബേസിനിലാക്കിയിട്ട് ഇതേപോലെ ഉമ്മ സോപ്പ് എടുക്കാൻ പോയി, കുട്ടി നീന്തി പോയിട്ട് കൈ മുക്കി, ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അത്. ചൂടുവെള്ളത്തിൽ കൈയിട്ട് അല്ലേ? അത് കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, അത് ചൂടാണോ തണുപ്പാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. മാം, ഞാൻ ഒരു കുഞ്ഞിന്റെ കാര്യമല്ല പറയുന്നത്, റിയൽ ആയിട്ട് ഇൻസിഡന്റ് ഉണ്ടായതാണ്. എന്റെ മാമന്റെ വൈഫ് ആളിതുപോലെ ഗ്രൈൻഡറിൽ മാവ് എടുക്കായിരുന്നു. ആളൊരു കോട്ടന്റെ ഷോൾ എടുത്തിട്ട് അതിന്റെ തൊട്ട് താഴെ നമ്മളുടെ ഈ തേങ്ങ ചിരണ്ടണ ചിരവ പോലത്തുള്ള ഗ്രൈൻഡർ ആയിരുന്നു. ആളുടെ മാവ് എടുക്കുന്ന ടൈമിൽ ഷോള് ആ ഗ്രൈൻഡറിന്റെ കയ്യിൽ കുടുങ്ങിയിട്ട് ആൾക്ക് കഴുത്ത് ഞെരുങ്ങിയിട്ട് ആൾ അങ്ങനെ സ്പോട്ടിൽ പോയി. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു 1 year ആയിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മൾ വലിയവരും ഇങ്ങനെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. കാരണം ഷോൾ അങ്ങനെ കോട്ടന്റെ ഷോൾ ആയിരുന്നു, ആള് 2 തലപ്പും കെട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് അങ്ങനെ അങ്ങോട്ട് കഴുത്തിലങ്ങോട്ട് വലിഞ്ഞു മുറുക്കി അങ്ങോട്ട്. സംഭവം ഉണ്ടായിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എല്ലാരും ആ കണ്ടുള്ളൂ. കാരണം അവർക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ആ ഷോപ്പിൽ വെച്ചിട്ടാണ് നടന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതും നടന്നൊരു സംഭവമാണ്. ഇവിടെ ഒന്നുമല്ല, വയനാട്ടിലാണ്. വയനാട്ടിൽ എന്ന് പറഞ്ഞാല് ആദിവാസി മേഖല, ആ ഒരു ഏരിയയിൽ നടന്നൊരു സംഭവമാണ്. അവിടെ ഒരു വീട്ടില് അച്ഛനും അമ്മയുണ്ട്, 3 പെൺകുട്ടികളാണ്. അങ്ങനത്തെ മൂത്ത കുട്ടിക്ക് 10 വയസ്സാണ്, പിന്നെ ഇളയത് 2 പേരുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും രാവിലെ തന്നെ കാട്ടിലേക്ക് പോകും. അവിടെയാണ് ജോലി ചെയ്യുന്നത്, വിറക് ശേഖരിക്കലും അതുപോലെ തന്നെ കുറെ അധികം ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും രാവിലെ പോകും, പിന്നീട് അവർ രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരിക. അപ്പോ ഈ മൂത്ത കുട്ടിയാണ് ജോലികളൊക്കെ ചെയ്യുന്ന ആ വീട്ടിലെ. 10 വയസ്സുള്ളൂ കേട്ടോ കുട്ടിക്ക്. ആരൊക്കെ ജോലികൾ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്? ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ടോ? ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്ക് പേടിയൊക്കെ കൊടുക്കാൻ. ജോലികൾ ഉദ്ദേശിച്ചത് മറ്റേ വാഷിംഗ് മെഷീനിലായ തുണി കൊണ്ടുപോയി ഇടുക, അതൊക്കെയല്ലേ മിസ്? ചെറിയ ഞാനത് പറയാം. ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് കേട്ടോ. അപ്പോ ഈ കുട്ടിയാണ് ജോലിയൊക്കെ ചെയ്യുന്നത്, 10 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോ ഒരു ദിവസം ഇതുപോലെ തന്നെ രാവിലെ അച്ഛനും അമ്മയും ജോലിക്കായിട്ട് പോയി. അപ്പൊ കുട്ടിയുടെ വീട്ടില് ഗ്യാസ് ഒന്നും ഇല്ല, വിറക് അടുപ്പിലാണ് കുട്ടി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, 10 വയസ്സായ കുട്ടി എന്തോരം പക്വതയുണ്ട് അതിന് ചെയ്യാനായിട്ട്. അപ്പൊ വിറകടുപ്പിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അരിയും കറിയൊക്കെ വെക്കുന്നത് അതിനകത്ത് തന്നെയാണ്. അപ്പോ അരി വേവിച്ചുകൊണ്ടിരിക്കുവാണ്. അരി വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി അടുക്കളയിലാണ് നിൽക്കുന്നത്. അടുക്കള എന്ന് പറയാൻ പറ്റില്ല, ഒരു ചായ്പെന്ന് നമുക്ക് പറയാം. അത്രമാത്രം തീരെ പാവപ്പെട്ട ഒരു കുടുംബം. പുറത്ത്, അതായത് 2 പെൺകുട്ടികള് ഇതിന് താഴെയായിട്ടുണ്ട്. അവര് മിറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അരി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഡ്രസ്സ് മേലെ വിറക് കൊള്ളി വന്ന് വീണു, സ്പ്രെഡ് ആവുക മാത്രമല്ല, കുട്ടി ആ സ്പോട്ടിൽ തന്നെ വെന്തു മരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, കാരണം ചുറ്റിനും ആളുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ആ 2 കുട്ടികൾ പുറത്തായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ, എന്തെങ്കിലും പറ്റിയാലേ. ഓക്കെ, അപ്പൊ അത്രമാത്രം, അതായത് ആ ചെറിയ കുട്ടിക്ക്, അതായത് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്യേണ്ടി വന്നത് കൊണ്ട് അതിന് ഈ ഒരു ദാരുണാന്തി ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുട്ടികൾക്ക് നമ്മൾക്ക് ജോലികൾ കൊടുക്കാം, പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് ഗ്യാസ് കൈകാര്യം ചെയ്യാനോ കത്തി കൊണ്ടുള്ള കളികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ചെറിയ ജോലികൾ, ഇപ്പൊ അടിച്ചു വാരുക അങ്ങനെയുള്ള ജോലികൾ കൊടുക്കാം. പ്ലേറ്റ് കഴുകിയൊക്കെ, അതായത് അവര് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അവരോട് തന്നെ കഴുകാനായിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ അവര് ഡെയിലി ഇടുന്ന വസ്ത്രം വേണമെങ്കിൽ, അതായത് കുറച്ചുകൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരിടുന്ന ഡ്രസ്സ് വേണമെങ്കിൽ അവരോട് വാഷ് ചെയ്യാനായിട്ട് പറയാം. ഒന്നും ചെയ്യൂല മിസ്, പറയണ മാത്രമേ ഉള്ളൂ മിസ്. എന്റെ കുട്ടി 2ാം ക്ലാസ്സിലാണ്. കഴുകി വെക്കാനായിട്ട് പറയാം കേട്ടോ. കൊറേ ശ്രമിക്കും മിസ്. ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് കർശനമായിരുന്നു, കഴുകി വെച്ചാൽ ആ പാത്രം തന്നെ നിനക്ക് തരുള്ളൂ കഴിക്കാൻ, നീ കഴുകി വെച്ചേ പറ്റുള്ളൂ കുട്ടികളോടെ.
അങ്ങനെയൊക്കെ ഇതേപോലെ ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛനും പറയുന്നുണ്ട് ഞാൻ ശീലിപ്പിക്കുന്നില്ല. പക്ഷെ വിഷയം അതല്ല. ഞാൻ അവിടെ തന്നെ നിക്കണം. ഡെയിലി അവര് പാത്രം കഴുകുക. അതായത് ഇങ്ങനെ അതായത് അവര് സ്വയം ചില ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തനിയെ പാത്രം കഴുകി വയ്ക്കുക, സ്വന്തം ഡ്രസ്സ്, അതൊക്കെ അതായത് നമ്മളിപ്പോഴല്ല ഇതിന്റെ വില അറിയുന്നത്. ഇവര് വലുതായി കല്യാണം കഴിച്ച് അവർക്കൊരു ഭാര്യ വരും. ആ ഭാര്യ വരുമ്പോൾ അവര് നമ്മളോട് പറയും, അമ്മ ഇതൊക്കെ ചെറുപ്പിച്ചുകൊണ്ടാണ്, എനിക്കധികം പണിയൊന്നും ഇല്ല കേട്ടോ. എന്റെ കുട്ടി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാറുണ്ട് മിസ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പം മൂത്തവൻ 2ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അവന് ചെറിയ ചെറിയ സാധനം തൂക്കാനായിട്ട് ഞാൻ ചൂലൊക്കെ എടുക്കുമ്പോ അവൻ സെപ്പറേറ്റ് ഒരു ചൂലെടുത്ത് വെച്ചിട്ടുണ്ട് തൂക്കാൻ വേണ്ടിയിട്ട്. അവൻ എന്നോട് പറഞ്ഞിട്ട് പോന്നു, അമ്മ ഞാൻ വന്നിട്ടേ മിറ്റം തൂക്കാവുള്ളൂ, ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ തൂക്കാവുള്ളൂ. അവന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം വീട്ടിലെ പണിയെടുക്കുന്നുള്ളതാ. അതുണ്ട് മിസ്. പഠിക്കാതിരിക്കാനായിട്ട് അവര് കൂടെ ഹെൽപ്പ് ചെയ്യും മിസ്. ഇപ്പൊ അവർക്ക് സ്കൂളിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ അവര് പറയും, അമ്മക്ക് ഞാൻ എന്ത് ഹെൽപ്പും ചെയ്യാം, അമ്മ കടയിൽ പോവാ, തുണി വിരിക്കാൻ സഹായിക്കാം, അടിച്ചു വാരാ, അങ്ങനെയൊക്കെ ഉണ്ട് മിസ്. ഈ അനിയത്തി കുഞ്ഞായിരുന്നല്ലോ, പ്രൊമേക്സ ബേബി ആയിരുന്നു, അവളെ നോക്കാന്നൊക്കെ പറയും. ആ ക്ലാസ്സിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം കഴിഞ്ഞാൽ അവര് മാറി. ചിലപ്പം അത് മറന്നു പോകും. ഒരു 10 മിനിറ്റ് വണ്ടി വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ മറന്നു പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ചപ്പാത്തിയൊക്കെ ചുട്ടു തരാനായിട്ട് വരും. ഗ്യാസേലായോണ്ട് ഞാൻ അങ്ങനെ അടുപ്പിക്കത്തില്ല. എങ്കിലും അവൻ അവിടെ നിന്ന് ചുട്ട് തീർത്തിട്ടേ പോകത്തുള്ളൂ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ മാവ് കുഴച്ച് പരത്തി തരാം, അതൊക്കെ ചെറിയ ചെറിയ ജോലികളാണ്. എന്റെ മോള് 2.5 വയസ്സാവണുള്ളൂ. അപ്പൊ ഞങ്ങൾ 2 പേരാണ് ഇവിടെ ഉള്ള, ഹസ്ബൻഡും. അപ്പോ പകല് നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഇവള് ഓടി വരും. എന്നിട്ട് മാവു ഞാൻ കൊണ്ടുവയ്ക്കാന്നും പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് പിന്നെ ഓടി വരും. ഉണങ്ങിയത് പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിലത്തൊക്കെ ഉരച്ചു കൊണ്ടുപോകും, എന്നിട്ട് കൊണ്ടുവയ്ക്കും. പിന്നെ ഞാൻ സവോളയൊക്കെ ഇങ്ങനെ തൊലിക്കാനിരിക്കുമ്പോ കൂടെ വന്നിരുന്ന് ഓരോന്ന് ഇങ്ങനെ തൊലിക്കുക. എന്നിട്ട് കരഞ്ഞ് കണ്ണ് ചൊറിഞ്ഞോണ്ടിരിക്കും. എന്നാലും പിന്നെയും തൊലിച്ചോണ്ടിരിക്കും. അത് ചെയ്യണം, ഭയങ്കര വാശിയാ. ഇത് രണ്ടും എനിക്ക് ചെയ്തു തരും എപ്പോഴും. ഇപ്പൊ 2.5 വയസ്സാവണുള്ളൂ മോക്ക്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യും കേട്ടോ. ക്ലാസ് പോയത് അറിഞ്ഞേയില്ല, അധികം കൊടുത്തുമില്ല. അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു ആക്ടിവിറ്റി എന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതായത് ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയണം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട്. Okay, ma'am, ഞാനാണ്. Hi, ma'am. Good afternoon. I'm Nikita. Going to sign out. First of all, I would like to thank you on behalf of everyone. Today's class has been very beneficial for everyone. Thank you, ma'am, for spending your valuable time and effort for us. Thank you all my friends for participating in today's class. Sign out by Nikita. Thank you, ma'am. Thank you so much. Thank you, miss. Thank you, ma'am. Thank you, ma'am.